വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ടൈമിൽ എൻ്റെ ബ്ലൗസും ചേച്ചിയുടെ ദക്ഷിണയുടെ ബ്ലൗസും എൻ്റെ കസിൻസിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെയോ മിസ്സായി പോയി. എന്നിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു, ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. ഒത്തിരി വ്യൂസും ഒത്തിരി ലൈക്സും കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ എൻ്റെ കല്യാണത്തിനും ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷോർട്ടല്ല ലോങ് ആയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്, ഷോർട്ടും ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസൊക്കെ അടിച്ച് കിട്ടി, എല്ലാ ബ്ലൗസും അടിച്ച് കിട്ടി. മെയിൻ സാരിയുടെ ബ്ലൗസും ഫസ്റ്റ് സാരിയും സെക്കൻഡ് സാരിയും താലികെട്ടുന്ന ടൈമിലിടുന്ന സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ് എല്ലാം അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നില്ല, 2 ബ്ലൗസേ വർക്ക് ചെയ്യുന്നുള്ളൂ. മെയിൻ റെഡ് കളർ സാരിയും അതുപോലെ തന്നെ നമ്മൾ താലികെട്ടിന് ഇടുന്ന സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസും മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. എല്ലാം വർക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വർക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, അതായത് ബ്ലൗസ് വർക്ക് ചെയ്യേണ്ട കുറച്ച് സിമ്പിളായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം എൻ്റെ കസിൻസിൻ്റെ കല്യാണത്തിന് ഞാൻ അവരുടെ ബ്ലൗസും എൻ്റെ ബ്ലൗസും ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനായാലും ഞാൻ എല്ലാവരുടെ ബ്ലൗസും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം കല്യാണം വരുമ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാണ്ട് ഇടണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു ഡൗട്ടിലായിരുന്നു. പിന്നെ വിചാരിച്ചു ഹാൻഡ് വർക്ക് ചെയ്തേക്കാം, ഒറ്റ കല്യാണമല്ലേ ഉള്ളൂ, അപ്പോൾ ബ്ലൗസ് ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയും പോയിട്ട് ഹാൻഡ് വർക്കിങ്ങോ അല്ലെങ്കിൽ ആരി വർക്കോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഞാൻ +1 തൊട്ടിട്ട് ഞാൻ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡ്രസ്സിൻ്റെ ഇപ്പോൾ കല്യാണ ബ്ലൗസ് വരെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് തുടങ്ങി. ലാസ്റ്റ് ടൈം ചേച്ചിയുടെ കല്യാണ ബ്ലൗസ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്, കാരണം അത് അവളുടെ റിക്വസ്റ്റ് ആയിരുന്നു സിമ്പിളായിട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ അവളുടെ ബ്ലൗസ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ എൻ്റെ ബ്ലൗസ്, അതായത് ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഇട്ട ബ്ലൗസ് കുറച്ച് ഹെവി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ബ്ലൗസ് ഭയങ്കര സിമ്പിൾ, കാവ്യയുടെ ബ്ലൗസ് ഭയങ്കര ഹെവി വർക്ക്. അത് അങ്ങനെ ചെയ്തതാണ്, അവളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ സിമ്പിളാക്കിയതാണ്. അവൾ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, അത്രയ്ക്കൊന്നും വേണ്ട, ആർഭാടം വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ബ്ലൗസിൽ ഞാൻ ഭയങ്കര ഓവറാക്കുന്നില്ല, എന്നാൽ ഒരു കുറച്ച് ഓവറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുത്തും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇവിടെ മുത്തും കാര്യങ്ങളൊക്കെ നമ്മളിത് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ടോട്ടലായത് മുത്തൊക്കെ കൂടിയിട്ട് 595 രൂപയാണ് ആയത് കേട്ടോ. പിന്നെ ഇത് വർക്ക് ചെയ്യാൻ ഞാൻ പുറത്ത് ചോദിച്ചപ്പോൾ 3000-ന് മേലെയാണ്, 3000 സ്റ്റാർട്ടിങ് റേറ്റ് വേണം. അപ്പോൾ അതിന് മേലെയാണ് എല്ലാം വരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന വർക്കൊക്കെ എന്തായാലും 5-ന് മേലെ പോകും. അപ്പോൾ ചോദിച്ചാൽ അത്രയും പൈസ കൊടുത്തിട്ട് പുറത്ത് പോയി ചെയ്യേണ്ട ആവശ്യമുണ്ട്, എനിക്കറിയണ പോലെ ഉള്ളതുപോലെ നമുക്ക് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ മുത്തും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ് വെച്ചേക്കണ കാരണം ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ടാവും ലൈറ്റിൻ്റെ. പിന്നെ ഓൾറെഡി ചേച്ചിയുടെ കല്യാണം 6 മാസം മുൻപായിരുന്നല്ലോ, അപ്പോൾ ആ ടൈം മേടിച്ച മുത്തും ഗമ്മും അതുപോലെ തന്നെ സ്റ്റോണും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം വലിച്ചു നീട്ടിയില്ല ഇൻട്രോ, സോറി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ താലികെട്ടിനിടുന്ന ബ്ലൗസ്. കല്യാണ ദിവസം ഞാൻ ആദ്യം എടുക്കുന്ന ബ്ലൗസ് ഇതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. എൻ്റെ എല്ലാ ബ്രൈഡൽ ബ്ലൗസിനും ഞാൻ പാഡഡ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടി എനിക്ക് കംഫർട്ട് അതായിരിക്കും തോന്നി, അപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ചെറിയൊരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് ഇതുപോലെയല്ല നമ്മൾ ചെയ്യണത്, ഇതിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഗ്രാൻഡ് ആക്കണം എന്നില്ല എൻ്റെ കല്യാണത്തിനിടുന്ന ബ്ലൗസ്, കാരണം എനിക്ക് ഇനിയും വെയർ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ആയിരിക്കും ഞാൻ ഈ ഒരു ബ്ലൗസിൽ ഞാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബാക്ക്ഗ്രൗണ്ടിൽ സീരിയലൊക്കെ വെച്ച് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. സ്റ്റാർട്ടിങ് തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള മുത്തെടുത്തിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഒരു സൈഡ് ഫുള്ള് തറ്റത്ത് ഇതുപോലത്തെ മുത്താണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഞാൻ ഓരോ മുത്തും തുന്നി കോർക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു 4 മുത്ത് ഒരുമിച്ച് കോർത്തതിന് ശേഷം പിന്നെ ഞാൻ ഓരോ മുത്തും സെപ്പറേറ്റ് ആയിട്ട് തുന്നി പിടിപ്പിക്കുകയാണ്. എങ്ങാനും ഇനി
4 ഒരുമിച്ചൊക്കെ ചെയ്ത് ആ ഒരു നൂല് പൊട്ടിപ്പോയ എല്ലാം കൊഴിഞ്ഞു പോകില്ല. അപ്പം ഞാൻ സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് അതിന് ശേഷം ഞാൻ തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ഗോതമ്പ് മണിയുടെ ഷേപ്പിലുള്ള മുത്തുണ്ട് രണ്ടെണ്ണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് അതും ഞാൻ തുന്നി പിടിപ്പിക്കുകയാണ്. ഇത് ഞാൻ 2 വട്ടം തുന്നുന്നുണ്ട് കേട്ടോ. പൊട്ടണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് സെക്യൂർ ആയിട്ട് നിന്നോട്ട് വെച്ചിട്ട് 2 വട്ടം തുന്നുന്നുണ്ട്. അതിൻ്റെ നടുക്കിലോട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള റെഡ് സ്റ്റോണ് ഈ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. സ്റ്റോണൊന്നും നമുക്ക് തുന്നാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അതൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, കറക്റ്റ് സ്ക്വയർ ആയിട്ടല്ല, ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു നമ്മൾ സിംഗിൾ മുത്ത് ചുറ്റും തുന്നി പിടിപ്പിച്ചല്ലോ, അതിൻ്റെ ചുറ്റും ഇതേപോലെ ഗോതമ്പ് മണിയുടെ 2 മുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടുക്കിൽ സ്റ്റോൺ വെച്ചിട്ട് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചുറ്റല്ല, തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെഫറൻസ് ഫോട്ടോ കൊടുത്തിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് 3000 എബോവ് വരുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു വേണ്ട, ഞാൻ തന്നെ ചെയ്യാം, കാരണം ഇതിപ്പോൾ എൻ്റെ കല്യാണ ബ്ലൗസ് ആണല്ലോ, ഇതിനിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി മുൻപും കുറേ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കുഴപ്പമില്ലാണ്ട് വന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടിന് ഇതാ കുക്കു ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെ തുന്നാനിരിക്കുമ്പോഴും കുക്കു എൻ്റെ അടുത്ത് വന്നിരിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എൻ്റെ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. കുറച്ച് ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് നമ്മളൊരു ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് സ്ലീവിൻ്റെ താഴത്ത് ഞാൻ ഹാങ്ങിങ് ആഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ ആദ്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം ഓൾറെഡി എൻ്റെ എൻഗേജ്മെൻറ്റ് ബ്ലൗസിന് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബ്ലൗസിനേലും ഹാങ്ങിങ് ചെയ്യാം, താലിക്കെട്ടിൻ്റെ ബ്ലൗസിനെ ഹാങ്ങിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓൾറെഡി താലിക്കെട്ടിൻ്റെ ബ്ലൗസിന് റെഡ് സ്റ്റോൺ അല്ലേ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്, അപ്പോൾ റെഡ് ഹാങ്ങിങ്സ് ആണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഈ മുത്തൊക്കെ ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂരുള്ള പ്രിയങ്ക സ്റ്റോഴ്സ് എന്നാണ് കേട്ടോ എല്ലാ മുത്തും മേടിച്ചത്. അവിടെ ഇപ്പോൾ ഇതിനായിട്ടൊരു സെക്ഷൻ തന്നെ ഉണ്ട്, അപ്പോൾ നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്, നോക്കി എടുക്കാൻ പറ്റും മുത്തും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തുള്ള ഹാങ്ങിങ് കഴിഞ്ഞു. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നെക്കിൻ്റെ ചുറ്റും ചെയ്ത പോലെ തന്നെ സെയിം വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ബ്ലൗസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസത്തിലുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. ബാക്ക് പോർഷനിൽ ഒരു സൈഡ് നമ്മൾ സിംഗിൾ ബീഡിൻ്റെ ആ ഒരു ചെയിൻ ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ബാക്ക് സൈഡിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതാ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിങ്ങനെ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഭയങ്കര ആർഭാടമാക്കുന്നില്ല. എനിക്ക് ഇനിയും യൂസ് ചെയ്യണമെന്നുണ്ട് ബ്ലൗസ്, അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ പിന്നെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ റെഡ് സ്റ്റോണാണ് ഇതിൽ ചേർത്തേക്കണത്. അതുപോലെ തന്നെ ഒരു സ്ലീവിൽ നമ്മൾ ഹാങ്ങിങ് ബീഡ്സ് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ കൊടുത്ത സെയിം ഡിസൈൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ ദിവസമാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത്. ബീഡ്സ് നമ്മൾ 2ാമത്തെ ദിവസം ചെയ്ത് തീർത്തിട്ടുണ്ട്. അതും ഒറ്റ സ്ലീവിലേ ചെയ്ത് തീർത്തിട്ടുള്ളൂ, മറ്റേ സ്ലീവ് തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 3ാമത്തെ ദിവസത്തെ അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഞാൻ അധികം എനിക്ക് സമയമില്ല ചെയ്യാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വേഗം കഴിയും. പക്ഷേ എനിക്കൊരു ദിവസം 2 മണിക്കൂറൊക്കെ കിട്ടണുള്ളൂ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം, ഇന്ന് സൺഡേ ആണ് കേട്ടോ, ഇന്നത്തെ ദിവസം എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഒരു സ്ലീവ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും ഫുള്ളായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൽ മാത്രമല്ല ഇവിടെയും ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ബ്ലൗസിൽ റെഡ് വന്നപ്പോൾ എന്തോ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ബാക്ക് സൈഡിൽ 2 നെക്കും ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയുന്നതിന് കൂടുതൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ സ്ക്വയർ മുത്തിൻ്റെ മേലെ ഒരു കുഞ്ഞു മുത്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ സ്ലീവിൽ ഇതുപോലെ സ്റ്റോണും കുഞ്ഞു മുത്താണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ ചുറ്റുള്ള സെയിം വർക്ക് ഞാൻ സ്ലീവിൻ്റെ താഴത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്, നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് സെയിം ഇത് തന്നെ, പക്ഷേ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഒരു സൈഡ് സാരി വന്ന് എന്തായാലും കവർ ചെയ്യും, അപ്പോൾ പിന്നെ അത് ഞാൻ വർക്ക് ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്തു. അങ്ങനെ താലികെട്ടിൻ്റെ ബ്ലൗസ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് ഞാൻ കല്യാണത്തിൻ്റെ, അതായത് മെയിൻ സാരി ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യാൻ എടുത്തത്. കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു ദിവസം ഒരു 2 hour ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസ്. ഒരു പ്രത്യേക ഒരു റെഡ് കളർ ബ്ലൗസാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ബോർഡർ ഉണ്ട്. അപ്പോൾ സ്ലീവിൽ ഞാൻ കാര്യമായിട്ട് വർക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഓൾറെഡി സ്ലീവിൽ ഇത്രയും വലിയൊരു ബോർഡർ ഉള്ള കാരണം കേട്ടോ. പിന്നെ നെക്കിൻ്റെ ചുറ്റും ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതൊരു സ്റ്റോണിൻ്റെ ലേസാണ്, അതായത് സ്റ്റോണിൻ്റെ ഒരു ചെയിൻ പോലെ സംഭവമാണ്, അതാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബ്ലൗസ് കൂടുതലും തുന്നണത്
ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ താലികെട്ടിൻ്റെ ബ്ലൗസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. കൂടുതലും നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യുന്ന കാരണം അത് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഗോതമ്പ് മണിയുടെ ആ ഒരു ഷേപ്പിലുള്ള മുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ക്രോസ് ചെയ്ത് തുന്നുന്നുണ്ട്. അതും 2 വട്ടം 3 വട്ടമൊക്കെ ഞാൻ ഒരു മുത്തുമ്മ തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റെഫറൻസ് ഞാനിവിടെ കൊടുക്കാട്ടോ. ഇതും നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹെവി ആയിട്ട് ചെയ്യുന്നില്ല, കുറച്ചൊന്ന് ലൈറ്റായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇനിയും യൂസ് ചെയ്യണമെന്നുണ്ട് ഈ ഒരു ബ്ലൗസ്. അപ്പോൾ ഭയങ്കര ഹെവി ആണെങ്കിൽ എനിക്ക് റീയൂസ് ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിലാണെങ്കിൽ കുറച്ചധികം സ്റ്റോൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും തിളങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇതാ ഒരു സൈഡ് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആ ഒരു ഷേപ്പിലുള്ള മുത്ത് തുന്നി പിടിപ്പിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് റൗണ്ട് മുത്ത് ഞാൻ 2 സൈഡിലായിട്ട് തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോൺ വെച്ച് ഞാനത് ഫില്ല് ചെയ്തു. സ്റ്റോണിൻ്റെ ഷേപ്പ് ഒരു ഗോപിപ്പൊട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ്. അങ്ങനെ 3 ഗോപിപ്പൊട്ടിൻ്റെ ഷേപ്പുള്ള സ്റ്റോൺ വെച്ചിട്ടാണ് ഞാനതൊരു ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നേരോട്ടൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ ആ ബ്ലൗസിൻ്റെ ബാക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതധികം എനിക്ക് ദിവസം എടുത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുന്നി പിടിപ്പിക്കുന്നത് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റേ ബ്ലൗസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം. എനിക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ ഒരു സ്റ്റോണൊക്കെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോൺ ഒട്ടിക്കുകയാണ് ചെയ്തത്, തുന്നി പിടിപ്പിക്കുകയല്ല കേട്ടോ ചെയ്തത്. പിന്നെ എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്ന സമയം ഒരു 10-10:30 അപ്പോൾ ഒരു 12 മണി 12:30 വരെ വർക്കിംഗ് ടൈം പോകും. പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പണി നോക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തും ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ. പിന്നെ ഈ 2 ബ്ലൗസും വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് വെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സ്ലീവിൽ വർക്ക് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവ് ഞാൻ പ്ലെയിൻ ആക്കി ഇടാൻ ഉദ്ദേശിക്കുകയാണ്. എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ എൻ്റെ വീട്ടുകാർ, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സ്ലീവിൽ ഓൾറെഡി ഈ ഒരു ബോർഡർ ഉള്ള കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അതിൻ്റെ ചിലപ്പോൾ ഭംഗി പോയാലോ എന്നുള്ളൊരു ഇത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തു. ഇപ്രാവശ്യം 2 ബ്ലൗസ് മാത്രമേ ഹാൻഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.